ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ KTM വേ. ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ, ഞാനൊരിടം വരെ പോവാണ് കേട്ടോ. ഒരമ്പലമാണ് ആന്ധ്രാപ്രദേശിലുള്ള തിരുമല വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലേക്ക്. അങ്ങോട്ട് എങ്ങനെ പോകാം, അവിടെ നിന്ന് എങ്ങനെ ദർശനം ചെയ്യാം, ഓൺലൈൻ ബുക്കിംഗ് ഇല്ലാതെ നമുക്ക് എങ്ങനെ അവിടെ ചെന്നിട്ട് ടിക്കറ്റ് എടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. കൊച്ചിയിൽ നിന്ന് രാവിലെ ഞാൻ 4 മണിക്ക് ഇറങ്ങിയതാണ് വെളുപ്പിനെ. രാത്രി 7:30-8 മണിയായപ്പോൾ ഞാൻ തിരുപ്പതിയിൽ എത്തി. ഇന്ന് രാവിലെ 10 മണിക്ക് ക്യൂ തുടങ്ങും എന്നാണ് ഇന്നലെ ഞാൻ ഇവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ എന്നോട് ഇവിടെ നിന്ന് പറഞ്ഞത്. ഇതാണ് ശ്രീനിവാസം കോംപ്ലക്സ്. തിരുപ്പതിയിൽ തിരുമല വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലെ ദർശനത്തിനുള്ള തത്കൽ ടിക്കറ്റ് ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. ശ്രീനിവാസം കോംപ്ലക്സ് അല്ലാതെ ഭൂദേവി കോംപ്ലക്സ്, വിഷ്ണു നിവാസം കോംപ്ലക്സ്, പിന്നെ ഒന്ന് ഗോവിന്ദരാജസ്വാമി കോംപ്ലക്സ്, ഈ സ്ഥലങ്ങളിൽ കൂടെ ഈ സെയിം സമയത്ത് തത്കൽ ടിക്കറ്റ് കൊടുക്കും. നിങ്ങൾക്ക് എവിടെയാണോ പോകാൻ എളുപ്പം അവിടെ പോയി വാങ്ങിക്കുക. തലേ ദിവസം ഞാനിവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് 10 മണിക്കാണ് ക്യൂ തുടങ്ങുമെന്നുള്ളതാണ്. പക്ഷേ 10 മണിക്ക് ഞാൻ വരാൻ നിന്നില്ല. അതിനു മുമ്പ് 8 മണിക്ക് ഞാനിവിടെ വന്നു. 8 മണിക്ക് ക്യൂവിൽ വന്നതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, ക്യൂ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അതിൽ കയറാനും ആദ്യത്തെ ഒരു 15-ാമത്തെ ആളായിട്ട് അവിടെ 15-20-ാമത്തെ ആളായിട്ട് എനിക്ക് ക്യൂവിൽ നിൽക്കാനും പറ്റി. ഈ കാണുന്നതെല്ലാം ഒരു പാർട്ടീഷനായിട്ട് ഇങ്ങനെ തിരിച്ചിരിക്കുകയാണ്. നമ്മൾ ക്യൂവിൽ നിന്ന് ഈ ഒരു റൂം പോലുള്ളതിനകത്തോട്ട് കയറി കഴിയുമ്പോൾ ഇവിടെ ആളുകൾ ഫില്ലായി കഴിയുമ്പോൾ ഇവിടുത്തെ ഡോറ് പുറമേ നിന്ന് അവിടെ നിന്ന് ലോക്ക് ചെയ്ത് കളയും. നിങ്ങൾ ഓൺലൈനിൽ ടിക്കറ്റ് ഇല്ലാതെയാണ് വരുന്നതെങ്കിൽ, ബുക്കിംഗ് ഇല്ലാതെയാണ് വരുന്നതെങ്കിൽ, നിങ്ങൾ തിരുപ്പതിയിൽ വരുന്ന ദിവസം തന്നെ രാത്രി ഒരു 8 മണിയൊക്കെ കൊള്ളിച്ചാണെങ്കിൽ നിങ്ങൾ തിരുപ്പതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇവിടെ വന്ന് ശ്രീനിവാസം കോംപ്ലക്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ടിക്കറ്റ് കൊടുക്കുന്ന അടുത്ത് വന്നിട്ട് അന്വേഷിക്കണം നാളെ എപ്പോഴാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. അത് ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ റൂൾ വെച്ചിട്ട് ഏത് സമയം വേണമെങ്കിലും മാറാമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ വീട്ടിൽ നിന്ന് പോരുന്നതിന് മുമ്പ് യൂട്യൂബിൽ ഒരുപാട് പേരുടെ ദർശനത്തിൻ്റെ വീഡിയോസൊക്കെ കണ്ടതിൽ വെച്ച് എനിക്ക് മനസ്സിലായത് വെളുപ്പിന് 3 മണിക്കാണ് ടിക്കറ്റ് കൊടുക്കുന്നതെന്നാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഇവിടെ തിരുപ്പതിയിൽ എത്തിയത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് 3 മണിക്കല്ല, ഉച്ചയ്ക്ക് 12 മണിക്കാണ് ടിക്കറ്റ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന്. ഈ ഒരു സമയം എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും മാറാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇവിടെ തിരുപ്പതിയിൽ എത്തിയതിന് ശേഷം എവിടെയാണോ നിങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വന്ന് നേരത്തെ ഈ കാര്യങ്ങൾ അന്വേഷിക്കണം. ക്യൂ നിൽക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഇത്. ചായയാണെന്ന് കരുതിയാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷേ അതൊരു ഗ്ലാസ് പാലായിരുന്നു. ക്യൂ നിന്ന് ക്ഷീണിക്കുമ്പോൾ ഇവിടുത്തെ ആളുകൾ നമുക്ക് വേണ്ടിയിട്ട് തരുന്നതാണ് കേട്ടോ ഇത്. ഇതിന് പൈസയൊന്നും കൊടുക്കണ്ട. 12 മണിയായപ്പോൾ ഒരു പോലീസുകാരനകത്ത് വന്ന് താഴെ ഇരുന്നവരെല്ലാവരെയും പിന്നെ അതിനകത്ത് തന്നെ ഒരു ക്യൂ ആയിട്ട് സെറ്റ് ചെയ്തു. ക്യൂ അവിടെ നിന്ന് പിന്നെയും മുന്നോട്ട് നീങ്ങി നമുക്ക് ടിക്കറ്റൊക്കെ അടിച്ചു തരുന്ന സ്ഥലത്തെത്തി കേട്ടോ. ഇതുപോലെ ആ ഒരു ഒറ്റ ക്യൂ വന്ന് പല ബൂത്തുകളിലായിട്ട് കയറും. നമുക്ക് ഇഷ്ടമുള്ള ബൂത്തിൽ നിൽക്കാം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്കും ടിക്കറ്റ് കിട്ടി. നമ്മളുടെ ആധാർ കാർഡ് കൊടുക്കണം, ഒറിജിനൽ അവിടെ കാണിക്കണം, പിന്നെ നമ്മളുടെ ഫോട്ടോയും അവിടെ വെരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് അപ്പോൾ തന്നെ വിത്തിൻ സെക്കൻഡ്സ് നമുക്കൊരു ടിക്കറ്റ് അടിച്ചു തരും. ആ ടിക്കറ്റിനകത്ത് നമുക്ക് ദർശനത്തിനുള്ള ടൈം ഉണ്ടാകും. തിരിച്ച് ഞാൻ അവിടെ നിന്ന് പോന്നപ്പോൾ കാണുന്ന കാഴ്ചയാണത്. ആളുകൾ അവിടെ പിന്നെയും ക്യൂ നിൽക്കുകയാണ്. കിട്ടിയ ടിക്കറ്റുമായിട്ട് ഞാൻ നേരെ റൂമിലോട്ട് പോകുന്നു. എനിക്ക് കിട്ടിയ ടിക്കറ്റിൽ നാളെ ഉച്ചയ്ക്ക് 2:30 മണിക്കായിരുന്നു ദർശനത്തിനുള്ള സമയം കൊടുത്തിരുന്നത്. ഇന്ന് നമ്മൾ ക്യൂ നിന്ന് എടുക്കുന്ന ടിക്കറ്റിൻ്റെ ദർശനത്തിൻ്റെ സമയം നാളത്തേക്കായിരിക്കും. അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാനിപ്പോൾ ഈ വണ്ടി ഓടിച്ച് പോകുന്നത് സപ്തഗിരി ചെക്ക് പോസ്റ്റിലേക്കാണ്. തിരുമല വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലോട്ട് പോകുമ്പോൾ ആ മലയുടെ ഏറ്റവും താഴെയായിട്ടുള്ള ഒരു ചെക്ക് പോസ്റ്റാണ് സപ്തഗിരി ചെക്ക് പോസ്റ്റ്. നാളത്തെ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വണ്ടിയായിട്ട് ഞാൻ തിരുമല ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ വണ്ടി എൻ്റെ ഹോട്ടലിൽ തന്നെ പാർക്ക് ചെയ്ത് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്പലത്തിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ പാർക്കിങ്ങും കാര്യങ്ങളും എനിക്കറിയില്ല. എൻ്റെ ഹെൽമറ്റും ബാഗും ഒക്കെ അവിടെ സേഫായിട്ട് വെക്കാനൊരു സ്ഥലമുണ്ടോയെന്നും എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തിരുപ്പതി ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് തിരുമലയ്ക്ക് പോകുന്ന ബസ്സിൽ കയറാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ബസ്സിൽ വരുമ്പോൾ ഇവിടെ നിർത്തി വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ
ഈ ചെക്ക് പോസ്റ്റിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും കാണാനും സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വൈകുന്നേര സമയമായപ്പോൾ വണ്ടിയെടുത്ത് ഇവിടെ വരെ വന്നത്. എല്ലാ ദിവസവും രാവിലെ 3 മണിക്ക്, വെളുപ്പിന് 3 മണി മുതൽ ബസ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് ഞാൻ ബസ് സ്റ്റാൻഡിൽ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത്. കൊച്ചിയിൽ നിന്ന്, അതായത് എൻ്റെ വീട്ടിൽ നിന്ന് 640 കിലോമീറ്റർ ഉണ്ട് കേട്ടോ തിരുപ്പതിയിലേക്ക്. ഞാൻ രാവിലെ 4 മണിക്ക് 4:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് വിട്ടാണ് അന്നേ ദിവസം വൈകുന്നേരം 7:30 മണിയോടുകൂടി ഞാൻ തിരുപ്പതിയിലെത്തി. ഞാൻ അത്യാവശ്യം വണ്ടി അവിടെ ഇവിടെയൊക്കെ നിർത്തി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പയ്യാണ് പോകുന്നത്. കൊച്ചി, കോയമ്പത്തൂർ, ഈറോഡ്, പിന്നെ ധർമ്മപുരി, കൃഷ്ണഗിരി, അങ്ങനെ ആന്ധ്രാപ്രദേശ് കയറിയാണ് ഞാൻ വന്നത്. അതുകൂടാതെ നമുക്ക് സേലം വഴിയും പോകാം കേട്ടോ. ഞാൻ ഓഫ്ലൈനായിട്ട് ദർശനത്തിനുള്ള ടിക്കറ്റ് എടുത്ത ശ്രീനിവാസം കോംപ്ലക്സിൽ നമുക്ക് താമസിക്കാനുള്ള എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. അവിടെ താമസിക്കാനും അവിടെ ക്ലോക്ക് റൂമുണ്ട്. അത്യാവശ്യം വേണ്ട ഒരു ദർശനത്തിന് വരുമ്പോൾ നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് നിൽക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട്. പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ 3 മാസവും 4 മാസം മുമ്പൊക്കെ അവിടെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടാകണം. ഈ കാണുന്ന ഈ സപ്തഗിരി ചെക്ക് പോസ്റ്റിൽ നമ്മൾ ആ ചെക്ക് പോസ്റ്റിനകത്തോട്ട് പോകുമ്പോൾ നമ്മളവിടെ ഇറങ്ങി, വണ്ടിക്കാണ് പോകുന്നതെങ്കിൽ നമ്മളവിടെ ഇറങ്ങി നമ്മുടെ ബോഡി സ്കാനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലഗേജ്, നമ്മുടെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അപ്പുറത്തോട്ട് വിടുകയുള്ളൂ കേട്ടോ. നാളെ നമ്മൾ ബസ്സിന് വരുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. എന്താണെങ്കിലും കൂടുതൽ കാര്യങ്ങൾ നാളെ ഇതുവഴി വരുമ്പോൾ അറിയാം. ഞാനിപ്പോൾ എന്താണെങ്കിലും തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെയും ബസ് സ്റ്റാൻഡിൻ്റെയൊക്കെ അടുത്ത്, ഇത് ഈ ശ്രീനിവാസം കോംപ്ലക്സിൻ്റെയൊക്കെ അടുത്ത് ഒരുപാട് ഹോട്ടലുകൾ ഞാൻ ഓൺലൈനിൽ കണ്ടിട്ടോ. അപ്പോൾ ഇന്നാണ് എനിക്ക് ദർശനത്തിന് കിട്ടിയിരിക്കുന്ന ദിവസം. ഞാൻ രാവിലെ തന്നെ 8 മണിയോട് കൂടി ഞാൻ ബസ് സ്റ്റാൻഡിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് തിരുമല ബസ്സിൽ കയറി. 90 രൂപയുള്ളൂ അവിടെ നിന്ന് തിരുമല വരെ. തിരുമലക്ക് ഇഷ്ടംപോലെ ബസ്സുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ തിരുമലക്ക് പോകുന്ന വഴി ബസ്സിലിരുന്ന ഈ ഭൂദേവി കോംപ്ലക്സ് കാണാം കേട്ടോ. നമ്മളധികം വൈകാതെ തന്നെ സപ്തഗിരി ചെക്ക് പോസ്റ്റിലെത്തി. ഞാൻ ഇന്നലെ വന്ന ആ ചെക്ക് പോസ്റ്റിൻ്റെ അകത്തുള്ള കാഴ്ചകളാണിത്. ഞാൻ ഓൾറെഡി ഇവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വെളിയിൽ നിൽക്കുവാണ്. എൻ്റെ സ്കാനിങ്ങും ചെക്കിങ്ങും ഒക്കെ കഴിഞ്ഞു. ഇനി ആ ബസ് വരാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ വന്ന ബസ്സിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. കാര്യം നിങ്ങൾ വരുന്ന സമയത്ത് ബസ്സിന് പുറകിൽ വേറെ ബസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് ഇപ്പുറത്തെ ഭാഗത്ത് വരുമ്പോൾ സെയിം ആ ബസ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ആ ഫോട്ടോ ഉപകാരപ്പെടും. അവിടെ നിന്ന് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ബസ്സിൽ കയറി. നമ്മൾ തിരുമലയിൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ഞാൻ അവിടെ നിന്ന് നടന്ന് പയ്യെ നമ്മൾ തിരുമല നമുക്ക് ദർശനത്തിനുള്ള അമ്പലത്തിൻ്റെ അങ്ങോട്ട് നടക്കുമ്പോൾ കാണുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. വലിയൊരു ഭഗവാന്റെ ഒരു രൂപം നമുക്കവിടെ കാണാം. ഈ ഒരു മെയിൻ ജംഗ്ഷനിൽ നിങ്ങൾ വരും. അവിടെ നിന്ന് നിങ്ങളുടെ സർവ്വദർശനം, അതായത് നിങ്ങൾ ദർശനത്തിനുള്ള ടിക്കറ്റിനകത്ത് നിങ്ങൾക്കൊരു ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ആ ലൊക്കേഷനിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം. ആ ലൊക്കേഷനിലോട്ട് പോകാൻ ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു ഫ്രീ ബസ് കിട്ടും. ആ കാണുന്ന ബസ്സിൽ കയറി നിങ്ങൾ ആ ലൊക്കേഷൻ എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന എൻട്രൻസ് കാണാൻ പറ്റും. ആ എൻട്രൻസിൻ്റെ അവിടെ തന്നെ നിങ്ങൾക്ക് ചെരുപ്പ് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. നിങ്ങളവിടെ ചെരുപ്പ് കൊടുത്തതിന് ശേഷം ഞാൻ ആ ക്യൂവിലോട്ട് കയറി. ക്യൂ അല്ലായിരുന്നു, അത് ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ക്യൂ ആയിരുന്നു. അതിൽ കയറി കുറേ ആളുകളൊന്നും ഇല്ലാണ്ട് ഞാൻ ഒരുപാട് അങ്ങനെ ഇങ്ങനെ നടന്ന് അവസാനം കുറേ ആളുകൾ ഇരിക്കുന്ന ഒരു സ്ഥലത്തെത്തി. പിന്നെ ഇടയ്ക്ക് ക്യൂ അനങ്ങും. അങ്ങനെ ഞാൻ ഉള്ളിലോട്ട് പോയി അവിടെ ഇടയ്ക്ക് വെച്ച് എൻ്റെ മൊബൈൽ കൊടുത്തു. ഉച്ചയ്ക്ക് 2:30 മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ദർശനം കിട്ടി കേട്ടോ. ഞാൻ ദർശനം കിട്ടി പുറത്തിറങ്ങി. എനിക്ക് അധികം നേരമൊന്നും ക്യൂ നിൽക്കേണ്ടി വന്നില്ല. ഞാൻ രാവിലെ 9 മണിയോടുകൂടി ക്യൂവിൽ കയറിയതാണ്. 5 മണിക്കൂർ നേരമേ എനിക്ക് ക്യൂ നിൽക്കേണ്ടി വന്നുള്ളൂ. ഞാൻ എൻ്റെ മനസ്സും ശരീരമൊക്കെ ഒരു വൈകുന്നേരം വരെ ക്യൂ നിൽക്കാൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് ആ ക്യൂവിൽ കയറിയത്. അതുകൊണ്ട് എനിക്ക് 5 മണിക്കൂർ അതൊരു ക്യൂ ആയിട്ടും തോന്നുന്നില്ല. ലൈഫിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു തവണയെങ്കിലും വരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ വരണം കേട്ടോ. തിരുമല ക്ഷേത്രം ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും സമ്പന്നവുമായ ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നാണ് കേട്ടോ. നമ്മുടെ കലിയുഗത്തിൽ മനുഷ്യരെ രക്ഷിക്കാൻ ശ്രീ മഹാവിഷ്ണു ഇവിടെ വെങ്കടേശ്വരനായിട്ട് വസിക്കുന്നുവെന്നാണ് വിശ്വാസം. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള പുരാതന ചരിത്രവും പിന്നെ ശക്തമായ ഒരു ഭക്തി പാരമ്പര്യവും ഈ ക്ഷേത്രത്തിനുണ്ട്. അടുത്ത എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലോകപ്രസിദ്ധമായ ഒരു പ്രസാദം വാങ്ങിക്കലായിരുന്നു, നമ്മുടെ തിരുപ്പതിയിലെ ലഡ്ഡു. അതിന് അവിടെ നിന്ന് ഞാൻ നടന്ന് വേറൊരു ക്യൂവിൽ നിന്ന് എനിക്ക് തിരുപ്പതിയിലെ ലഡ്ഡു കിട്ടി കേട്ടോ.
നമ്മുടെ സർവദർശൻ ടിക്കറ്റിനകത്ത് നമുക്കൊരു ലഡ്ഡു ഫ്രീ ഉണ്ട്. പിന്നെ നമ്മൾ ഭഗവാനെ തൊഴുതിറങ്ങി വരുമ്പോൾ നമുക്ക് ആ അമ്പലത്തിൻ്റെ അകത്തുനിന്ന് തന്നെ ഒരു ലഡ്ഡു പ്രസാദമായിട്ട് കിട്ടും. ബാക്കി നിങ്ങൾക്ക് ലഡ്ഡു വേണമെങ്കിൽ അവിടുന്ന് വാങ്ങിക്കുകയും ചെയ്യാം. ലഡ്ഡുവൊക്കെ വാങ്ങി ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം തിരിച്ച് റൂമിൽ വന്നു. നാളെ പോകാനുള്ള മാപ്പൊക്കെ സെറ്റ് ചെയ്തു നോക്കി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാൻ കൊച്ചിക്ക് തിരിച്ചു. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു തിരുപ്പതി യാത്ര. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇടുക, ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യാൻ നോക്കാം. തിരുപ്പതി പോലുള്ളൊരു സ്ഥലത്ത് വരുമ്പോൾ അത്രയും ശുദ്ധിയോടുകൂടി വരാൻ നോക്കുക. അവിടുത്തെ ആളുകളെയും അവിടുത്തെ കൾച്ചറും ഒക്കെ അത്രയും റെസ്പെക്റ്റ് കൊടുക്കുക. എന്താണെങ്കിലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. ബൈ.